നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സിറിയയിൽ കളി ആകെ മാറുകയാണ്. വിമത സംഘങ്ങളെയും ഇറാനെയും ഇറാന്റെ പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിനെയും റഷ്യയെയും എല്ലാം നോക്കി നിർത്തിക്കൊണ്ട് ഇസ്രയേൽ സിറിയയിൽ അഴിഞ്ഞാടുകയാണ്. ഗൊലാൻ കുന്നുകളിൽ ഇസ്രയേൽ തുടങ്ങിവെച്ച ആക്രമണം ഇപ്പോൾ സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് ഏത് നിമിഷവും ജൂതപ്പട കയറും എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു. ഇതോടെ ഇസ്രയേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് HTS തലവൻ അബു മുഹമ്മദ് അൽ ജലാനി. സിറിയയിലെ റഷ്യൻ കേന്ദ്രങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം തകർത്തെറിയുന്ന ഇസ്രയേലിനെതിരെ റഷ്യയെ തിരികെ കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്കാണ് ജലാനിയെന്ന് വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. റഷ്യൻ സൈന്യം സിറിയ വിടരുത് എന്ന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സിറിയൻ ഭരണം അട്ടിമറിയിലൂടെ പിടിച്ചെടുത്ത വിമത സംഘങ്ങളാണെന്ന് യുദ്ധവിദഗ്ധർ വ്യക്തമാക്കുന്നു. അതായത് റഷ്യയെ തിരികെ കൊണ്ടുവരാനുള്ള ഒരു നീക്കത്തിലേക്ക് വിമത സംഘം കടന്നാൽ അമേരിക്കയും ഇസ്രയേലും അവിടെ കൃത്യമായ ഇടപെടൽ നടത്തും. ഇതോടെ വീണ്ടും ഒരു ലോക മഹായുദ്ധത്തിന്റെ പോർവിളികൾ മുഴങ്ങുന്നുവോ എന്നുള്ള ആശങ്കയിലാണ് ലോകം. തങ്ങളെ അധികാരത്തിൽ കയറ്റുക എന്നതിനപ്പുറം മഹത്തായ പാരമ്പര്യമുള്ള സിറിയയെ പല കഷ്ണങ്ങളായി വിഭജിച്ച് തകർക്കുക എന്ന അജണ്ട ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഉണ്ട് എന്ന് HTS സംശയിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. ഇതോടെയാണ് ജലാനി കളം മാറ്റിച്ചവിട്ടുന്നു എന്ന വിവരങ്ങൾ. റഷ്യൻ സൈന്യം സിറിയ വിട്ടാൽ ഇസ്രയേൽ എളുപ്പത്തിൽ സിറിയൻ ഭരണവും പിടിക്കും എന്ന ഭീതിയും ഇപ്പോൾ വിമതർക്കുണ്ട്. ഇതിനു മുന്നോടിയായാണ് ഇസ്രയേൽ സിറിയൻ മണ്ണിൽ ആക്രമണ പരമ്പര നടത്തുന്നത് എന്നാണ് അവർ കരുതുന്നത്. വിമാനവേദ ആയുധങ്ങൾ, മിസൈൽ ഡിപ്പോകൾ, വ്യോമത്താവളങ്ങൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെ സിറിയൻ സൈന്യത്തിന്റെ എല്ലാ മേഖലയും ഇസ്രയേൽ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഡമാസ്കസ്, ഹോംസ്, ലതാക്കിയ തുടങ്ങിയ നഗരങ്ങളിലും കനത്ത ആക്രമണമാണ് നടന്നിരിക്കുന്നത്. ഇസ്രയേൽ സിറിയയിൽ നടത്തിയ ആക്രമണങ്ങൾ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണ്. ആക്രമണം ഇല്ലാതാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന്, സിറിയൻ പരമാധികാരത്തെ മാനിക്കണമെന്നും ജലാനി ഇപ്പോൾ ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുരക്ഷയിലും സുസ്ഥിരതയും ഉറപ്പാക്കാൻ നയതന്ത്ര പരിഹാരങ്ങളാണ് വേണ്ടത്. സിറിയൻ മണ്ണിലേക്കുള്ള ഇസ്രയേൽ അധിനിവേശം അത്യന്തം അപകടകരമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രയേൽ ആക്രമണത്തിൽ സിറിയയിലെ വിമത സേനയും പകച്ചു നിൽക്കുകയാണെന്നത് ജലാനിയുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാകുകയാണ്. ഇതിനിടെ ജലാനിക്ക് ഇസ്രയേൽ ഒരു സന്ദേശം അയച്ചതായിട്ടുള്ള വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. 3 കക്ഷികൾ വഴിയാണ് സന്ദേശം എത്തിച്ചിട്ടുള്ളത്. ഇസ്രയേലിന്റെ അതിർത്തിയിലേക്കും ഇസ്രയേൽ പിടിച്ചെടുത്ത സിറിയൻ പ്രദേശങ്ങളിലേക്കും വിമത സേന വരരുത് എന്നാണ് സന്ദേശത്തിന്റെ ഉള്ളടക്കം. HTS അതിർത്തിയിലേക്ക് വരികയാണെങ്കിൽ ഇസ്രയേൽ സൈന്യം തക്കതായ മറുപടി നൽകുമെന്നും സന്ദേശത്തിൽ പറയുന്നു. CNN നൽകിയ അഭിമുഖത്തിൽ ഇസ്രയേലി മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ബറാഖ് റേവിഡാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിറിയയിലെ വിവിധ സംഘങ്ങളുമായി ഇസ്രയേലിന് അടുത്ത ബന്ധമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വടക്കൻ ഭാഗത്തുള്ള കുർദിഷ് വിഭാഗം, സിറിയൻ ഗോലാൻ കുന്നുകളിലെ ദ്രൂസ് വിഭാഗം എന്നിവയുമായെല്ലാം അടുത്ത ബന്ധമാണ് ഇസ്രയേലിനുള്ളതെന്നും ബറാക്ക് വ്യക്തമാക്കി. ഇസ്രയേലിനെതിരെ അറബ് രാജ്യങ്ങൾ ഒത്തുകൂടുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. ഇതിനു പിന്നിൽ ഇറാന്റെ കളിയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പ്രധാനമായും വ്യക്തമാകുന്നത്. അതായത് ഇറാന് നേരിട്ട് ചർച്ചയ്ക്ക് വന്നാൽ അത് HTS അംഗീകരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇറാഖിന്റെ പിന്തുണയോടെ ചില നീക്കങ്ങൾ നടത്തുകയാണ്. അതായത് ഇസ്രയേൽ സിറിയ മുഴുവൻ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്കാണ് കടക്കുന്നതെന്നും എന്ത് വില കൊടുത്തും അതിനെ തടയണമെന്നും റഷ്യയെ തിരികെ എത്തിക്കണം എന്നുള്ള ആവശ്യവുമാണ് ഇറാൻ ഒരു വഴിക്കൂടെ ഇറാഖ് മുഖേന HTSുമായി നടത്തുന്ന ചർച്ച. സിറിയയിൽ റഷ്യ തിരിച്ചെത്തേണ്ടത് ഇറാന്റെ കൂടി ആവശ്യമാണല്ലോ. സിറിയയുടെ അതിർത്തി ഭദ്രമാക്കാനും ഐക്യം ഉറപ്പാക്കാനും അടിയന്തര നടപടി വേണമെന്നാണ് ജോർദാനിൽ ചേർന്ന യോഗത്തിൽ അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജോർദാനിൽ ചേർന്ന സിറിയൻ ഉച്ചകോടിയിലാണ് അറബ് രാജ്യങ്ങൾ ഇസ്രയേലിന്റെ കടന്നുകയറ്റത്തിനെതിരെ രംഗത്ത് വന്നത്. ഗൊലാൻ കുന്നുകളോട് ചേർന്ന ബഫർ സോണിൽ ഇസ്രയേൽ നടത്തിയ അധിനിവേശം സിറിയയുടെ പരമാധികാരത്തിന് നേർക്കുള്ള ഭീഷണിയാണ് എന്ന് ജോർദാൻ, ലബനൻ, ഇറാഖ്, ഈജിപ്ത് എന്നീ രാജ്യങ്ങളും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യൻ സൈന്യം സിറിയ വിടുന്ന നിമിഷം സിറിയയിലെ ഭരണം ഇസ്രയേൽ പിടിക്കും എന്ന മുന്നറിയിപ്പും വിമത സർക്കാരിന് അവരെ പിന്തുണയ്ക്കുന്ന ഇസ്ലാമിക രാജ്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചാണ് റഷ്യൻ സൈന്യം തുടരണം എന്ന ആവശ്യം വിമത സേന മുന്നോട്ട് വച്ചിരിക്കുന്നത്. സിറിയയിൽ നിന്നും പലായനം ചെയ്ത പ്രസിഡന്റ് അസദിന് അഭയം നൽകിയ റഷ്യയോട് പകയോടെയുള്ള ഒരു പെരുമാറ്റം ഇതുവരെ വിമത സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്.
വിമതസേന റഷ്യൻ സൈനിക താവളങ്ങൾ ഉൾപ്പെടുന്ന മേഖലയിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോഴും റഷ്യൻ സൈനിക താവളത്തിന് സമീപം പോകാൻ പോലും തയ്യാറായിരുന്നില്ല. ഇക്കാര്യത്തിൽ കർക്കശ നിർദ്ദേശം വിമതസേന തലപ്പത്ത് നിന്ന് തന്നെ അണികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു എന്നാണ് വിവരങ്ങൾ. 60,000 സൈനികർ ഇപ്പോഴും സിറിയയിലെ റഷ്യൻ താവളങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. കൂടാതെ മേഖലയിൽ റഷ്യൻ ആണവ കപ്പൽ ഉൾപ്പെടെ തമ്പടിച്ചിട്ടുമുണ്ട്. ഇതിന്റെ പരിസരത്ത് പോലും പോകാതെയാണ് ഇസ്രയേൽ സൈന്യം സിറിയൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നത്. ഇസ്രയേൽ എന്ന പൊതുശത്രുവിന്റെ ഭീഷണി ചെറുക്കാൻ റഷ്യയുമായും ഇറാനുമായും സഹകരിച്ച് പ്രവർത്തിക്കണം എന്ന ആവശ്യമാണ് ഇസ്ലാമിക അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഗാസയിലും ലബനനിലും സിറിയയിലും ആക്രമണം നടത്തിയ ഇസ്രയേൽ മറ്റ് ഇസ്ലാമിക അറബ് രാജ്യങ്ങളെയും സമീപ ഭാവിയിൽ തന്നെ ലക്ഷ്യമിടും എന്ന ഭയം അവർക്കുണ്ട്. ഇസ്രയേൽ അമേരിക്കൻ സഖ്യകക്ഷി ആയതിനാൽ ഇക്കാര്യത്തിൽ അമേരിക്കയെ വിശ്വാസത്തിലെടുക്കാനും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് താൽപര്യമില്ല, പ്രത്യേകിച്ച് ഇറാഖിന്. ഇറാഖ് നിരന്തരം HTSനോട് ആവശ്യപ്പെടുന്നത് റഷ്യയെ നിലനിർത്തണം എന്നത് തന്നെയാണ്. ഇസ്രയേലിനെ ചെറുക്കാനും ഇസ്രയേലിനെ തടയാനും ശക്തമായ ഒരു രാജ്യത്തിന്റെ ആവശ്യം ഇപ്പോൾ സിറിയയിൽ ഉണ്ട് എന്നാണ് ഇറാഖ് മുന്നോട്ട് വയ്ക്കുന്നത്. റഷ്യയുടെ കവചമുണ്ടെങ്കിൽ തീർച്ചയായും സിറിയയ്ക്ക് എളുപ്പത്തിൽ ഇസ്രയേലിന്റെ ഭീഷണി അതിജീവിക്കാൻ കഴിയും എന്നാണ് ഇറാഖ് ഉപദേശിക്കുന്നത്. ഇപ്പോൾ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ച് സിറിയയിലെ റഷ്യൻ താവളങ്ങളിൽ തുടരുന്ന സൈനികർക്ക് റഷ്യയിൽ നിന്നും സിറിയയ്ക്ക് സംരക്ഷണം നൽകാൻ ഉത്തരവ് ലഭിച്ചാൽ പിന്നെ സിറിയയിലെ പിടിച്ചെടുത്ത ഭൂമിയും തിരികെ നൽകി ഇസ്രയേൽ സൈന്യത്തിന് പിന്തിരിയേണ്ടി വരും എന്നും ഇറാഖ് ഉപദേശിക്കുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സമ്മർദ്ദം ശക്തമായതോടെ സിറിയയിലെ പുതിയ ഭരണകൂടവും നിലപാട് മാറ്റി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ഇതുമാത്രമല്ല, റഷ്യയുമായി സിറിയയ്ക്ക് തുടർന്നും നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് HTS ഗ്രൂപ്പിന്റെ തലവൻ അബു മുഹമ്മദ് അൽ ജലാനി ഇപ്പോൾ പറയുന്നത്. ഇസ്താംബുൾ ആസ്ഥാനമായുള്ള സിറിയ TV ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ജലാനി ഇങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം പരസ്യമായി നടത്തിയിരിക്കുന്നത്. റഷ്യയെ പ്രകോപിപ്പിക്കുന്നത് ഒഴിവാക്കാൻ സിറിയൻ നേതൃത്വം ശ്രദ്ധിക്കുന്നുണ്ടെന്നും ജലാനി വ്യക്തമാക്കുന്നു. പൊതു താൽപര്യങ്ങൾ നിറവേറ്റുന്ന രീതിയിൽ സിറിയയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള അവസരം റഷ്യയ്ക്ക് നൽകാൻ പുതിയ സിറിയൻ സർക്കാർ തയ്യാറാണെന്നും ജലാനി പറയുന്നു. സിറിയയിൽ റഷ്യയുടെ സാന്നിധ്യവും അതിന്റെ പ്രാതിനിധ്യവും നിലനിർത്തുന്നതിനെക്കുറിച്ച് റഷ്യയും സിറിയൻ പോരാളികളും തമ്മിൽ സജീവ ചർച്ചകൾ തുടരുകയാണ്. റഷ്യൻ സൈനിക താവളം തുടരണം എന്ന അഭ്യർത്ഥന സിറിയൻ ഭരണകൂടം മുന്നോട്ട് വെച്ചതായിട്ടാണ് സൂചനകൾ. ഇത്തരത്തിൽ ഇസ്രയേലിനും അമേരിക്കയ്ക്കും ഭയക്കേണ്ടതായിട്ടുള്ള ചില നീക്കങ്ങളും സിറിയയിൽ നടക്കുന്നുണ്ട്. എന്തായാലും മൊസാദും CIA-യും സിറിയയ്ക്ക് മുകളിൽ തന്നെ വട്ടമിട്ട് പറക്കുകയാണ്. എന്തൊക്കെയാണ് വിമത സംഘങ്ങളുടെ നീക്കം എന്നുള്ളത് പ്രധാനമായും അവർ നോക്കിക്കാണുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.